നിലവിൽ വിവാഹിതനായ ഒരു വ്യക്തി മറ്റൊരു സ്ത്രീയുമായി ലിവിംഗ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ആ ബന്ധത്തിന് നിയമസാധുത ലഭിക്കില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി. കൂടാതെ ആ സ്ത്രീയുടെ സ്വത്തിന്മേൽ പുരുഷന് അധികാരം ഉന്നയിക്കാനാകില്ല എന്നും കോടതി പറയുന്നു. ജസ്റ്റിസ് RMT ടീക്കാരാമനാണ് വിധി പ്രസ്താവിച്ചത്. റാണിപേട്ട് സ്വദേശിയായ പി ജയചന്ദ്രൻ സമർപ്പിച്ച അപ്പീൽ ഹർജി പരിഗണിക്കുകയായിരുന്നു അദ്ദേഹം. ദാമ്പത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വസ്ഥതയും ഉണ്ടെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ വിവാഹബന്ധം നിയമപരമായി തുടരും. എന്നാൽ ലിവിംഗ് റിലേഷന്റെ സ്ഥിതി വ്യത്യസ്തമാണ്. രണ്ടുപേർ തമ്മിലുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പിന്മാറുന്നതോടെ ഈ ബന്ധം അവസാനിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഹർജിക്കാരനായ ജയചന്ദ്രൻ ഒരു സ്കൂൾ അധ്യാപകനാണ്. സ്റ്റെല്ല എന്നാണ് ഇയാളുടെ ഭാര്യയുടെ പേര്. ഈ ബന്ധത്തിൽ ഇയാൾക്ക് 5 കുട്ടികളുമുണ്ട്. ഇദ്ദേഹം സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന മാർഗരറ്റ് അരുൾമൊഴിയുമായി ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു. 2010 ഇയാൾ അരുൾമൊഴിയുടെ പേരിൽ കുറച്ച് സ്ഥലം എഴുതി നൽകി. എന്നാൽ 2013 അരുൾമൊഴി മരിച്ചതിന് പിന്നാലെ ഈ കരാർ ഇദ്ദേഹം ഏകപക്ഷീയമായി റദ്ദാക്കി. എന്നാൽ 2013 അരുൾമൊഴിയുടെ പിതാവ് യേശുരത്നം ഭൂമിയുടെ ഏക അവകാശി താനാണെന്നും ആ നിലയിൽ സ്വത്തിന്റെ അവകാശം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. 2016 യേശുരത്നത്തിന് അനുകൂലമായ കോടതി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജയചന്ദ്രനും അരുൾമൊഴിയും തമ്മിലുള്ള ബന്ധം നിയമപരമായി വിവാഹത്തിൽ കലാശിച്ചിരുന്നില്ല എന്നും ജയചന്ദ്രനും ഭാര്യ സ്റ്റെല്ലയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതിനെതിരെ ജയചന്ദ്രൻ അപ്പീൽ നൽകുകയായിരുന്നു. സ്പെഷ്യൽ പ്രോവിഡന്റ് ഫണ്ട് കം ഗ്രാറ്റുവിറ്റി നോമിനിയായി അരുൾമൊഴി തന്റെ പേരാണ് നൽകിയിരിക്കുന്നതെന്ന് ജയചന്ദ്രൻ പറഞ്ഞു. അവരുടെ മരണശേഷം കുടുംബ പെൻഷൻ ലഭിക്കുന്നുണ്ടെന്നും ഇയാൾ പറയുന്നു. എന്നാൽ ജയചന്ദ്രന്റെ വിവാദങ്ങൾ തള്ളിയ ബെഞ്ച് കരാർ ഏകപക്ഷീയമായി റദ്ദാക്കുന്നത് നിയമപരമായി അനുവദനീയമല്ലെന്നും പറഞ്ഞു. ടെർമിനൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സർവീസ് രേഖകളിൽ നോമിനിയെ വെക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരമ്പരാഗത വിവാഹമോചനത്തിലൂടെ സ്റ്റെല്ലയുമായുള്ള ബന്ധം വേർപെടുത്തിയെന്നും ഇദ്ദേഹം കോടതിയിൽ വാദിച്ചു. എന്നാൽ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർ ഇന്ത്യൻ വിവാഹമോചന നിയമം അനുസരിച്ചായിരിക്കണം ബന്ധം നിയമപരമായി വേർപെടുത്തേണ്ടതെന്ന് കോടതി ഇദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. അതേസമയം നിയമപരമായി വിവാഹമായി കാണാനാവില്ലെന്നും അതുകൊണ്ട് വിവാഹമോചന ഹർജി നിലനിൽക്കില്ല എന്നും കഴിഞ്ഞ ജൂൺ 8 കേരള ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ 17 വർഷമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നുവെന്നും രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം കരാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അത് നിയമപരമായ അംഗീകാരമാണെന്നും ഹർജിക്കാർ വാദിക്കുകയുണ്ടായി. എന്നാൽ ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് കോടതികളിലൂടെ വിവാഹമോചനം ആവശ്യപ്പെടാനുമാകില്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമോ വ്യക്തി നിയമമോ അനുസരിച്ച് നടക്കുന്ന വിവാഹങ്ങൾക്ക് മാത്രമേ നിയമസാധുത ഉള്ളൂ എന്നാണ് ഈ വിധിയിലൂടെ കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത്. 2 വ്യക്തികൾ വിവാഹം കഴിക്കാതെ ഒരു വീടും അവരുടെ ജീവിതവും പങ്കിടാൻ തിരഞ്ഞെടുക്കുന്നതിനെയോ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്ന സംവിധാനത്തിനെയോ ആണ് ലിവിംഗ് ടുഗദർ അഥവാ ലിവിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വിവാഹിതരല്ലാതെ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് താമസിച്ചാൽ റെയ്ഡുകൾ നടത്തി പിടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നെല്ലാം 1956 ഇമോറൽ ട്രാഫിക് ആക്ട് അനുസരിച്ചായിരുന്നു കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇത്തരം താമസങ്ങൾക്ക് നിയമസാധുത വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും പരസ്പര സമ്മതത്തോടു കൂടി ഒരുമിച്ച് താമസിച്ചാൽ അത് ഇമോറൽ ആക്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റകൃത്യമായോ കണക്കാക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുള്ളതാണ്.